ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ഉത്തരവിലൂടെയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ സമഗ്ര പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കമിട്ടത്. 2003 ഭേദഗതി വരുത്തിയ പട്ടികയാണ് പരിഷ്കരിക്കുന്നത്. പട്ടികയിലുള്ള 1987 മുൻപ് ജനിച്ചവർ ജനന സർട്ടിഫിക്കറ്റാണ് ഔദ്യോഗിക രേഖയായി നൽകേണ്ടത്. 87 ശേഷം ജനിച്ചവർ ജനന സർട്ടിഫിക്കറ്റിന് പുറമെ രക്ഷിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റും അവർ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരാണെങ്കിൽ പാസ്പോർട്ടിന്റെയോ വിസയുടെയോ പകർപ്പുകൂടി ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ബീഹാറിലെ സാമൂഹ്യ സാഹചര്യത്തിൽ താഴേക്കിടയിലുള്ളവർക്ക് ഈ രേഖകളെല്ലാം ഹാജരാക്കാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. 2003 ജനുവരി 1 നിലവിൽ വന്ന വോട്ടർ പട്ടികയാണ് ആധികാരികമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് 4.96 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. അതിനാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയിലുള്ള 7.89 കോടി വോട്ടർമാരിൽ 2.93 കോടി പേർ അവരുടെ അർഹത തെളിയിക്കാൻ ജനന തീയതി, ജനന സ്ഥല രേഖകൾ എന്നിവ ഹാജരാക്കേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3-4 മാസം മാത്രം ശേഷിക്കെ പൗരത്വ രജിസ്ട്രേഷന് സമാനമായ രീതിയിൽ പൗരത്വ തെളിവെടുപ്പോടെ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത്രയും തന്നെ പ്രതിസന്ധിയും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം വിശദമായി. ആദ്യം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിലെ ആ ദുരൂഹതയാണ് നമ്മൾ പരിശോധിക്കുന്നത്. BJP ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അടക്കം ജനാധിപത്യ വിരുദ്ധമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്ന് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നുണ്ട്. ഈ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ദുരൂഹമായ ഒരു രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള ഈ നീക്കം ഉപേക്ഷിക്കണമെന്നതുൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരാവശ്യവും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആ ആളുകളെ വെട്ടിമാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരയാവുക ദളിതരും ന്യൂനപക്ഷങ്ങളുമാണ്. കാരണം ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അത് 15.8% ആളുകൾ ബീഹാറിൽ നിന്നുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയാണ്. ഈ അംഗത്വം പുതുക്കാനുള്ള ഫോമുകൾ ബൂത്ത് തല ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്യുക. അപ്പോൾ അവ പൂരിപ്പിച്ച് ജനനരേഖകൾക്കൊപ്പം സമർപ്പിച്ചാൽ മാത്രമേ വോട്ടറായി അവർക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. ബീഹാറിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പണിയെടുക്കുന്നത്. നമുക്കറിയാം കേരളത്തിലൊക്കെ എത്ര പേരുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ അപേക്ഷാ നടപടികൾ ഓൺലൈനിൽ പൂർത്തീകരിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു പരിജ്ഞാനമോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവോ ഒന്നും ഇല്ലാത്തവരാണ്. അത്തരത്തിൽ സാങ്കേതിക സംവിധാനം ലഭ്യമല്ലാത്തവര് ഇതിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെ രേഖകൾ കൂടി ഹാജരാക്കണം എന്ന വ്യവസ്ഥ ഈ സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരും പാവപ്പെട്ട മനുഷ്യരുമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുക എന്ന് പറയുന്നത്. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ചേരാൻ മതിയായ രേഖകളൊന്നും ഇവരുടെ കൈവശം ഉണ്ടാകണമെന്നില്ല. മാത്രവുമല്ല, ഒരു മാസത്തിനുള്ളിൽ ഈ BLOമാർക്ക് രേഖകൾ സമർപ്പിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് കഴിയുകയുമില്ല. സ്വാഭാവികമായിട്ടും ഇവരെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോകും. ഫലത്തിൽ ദശലക്ഷക്കണക്കിന് പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടും. ബീഹാറിൽ നടപ്പാക്കുന്ന ഈ പരീക്ഷണം വൻ വിപത്താണെന്നാണ് ചുരുക്കി പറയേണ്ടത്. ഇനി മുൻപ് നിശ്ചയിച്ചിരിക്കുന്ന ആധികാരിക രേഖകൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. ആ രേഖകൾ വോട്ടർ കാർഡും ആധാർ കാർഡുമായിരുന്നു. നമുക്കറിയാം, നമ്മൾ അതൊക്കെ വെച്ചാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. അപ്പം അതൊന്നും പരിഗണിക്കാതെയാണ് ഈ ജനന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ പൗരത്വ രജിസ്ട്രി തയ്യാറാക്കാനുള്ള പിൻവാതിൽ നടപടി എന്ന് പ്രതിപക്ഷം ആരോപിക്കാൻ കാരണം. ബീഹാറിന് പിന്നാലെ കേരളത്തിലും അടക്കം അടുത്ത വർഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകാതെ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനമായി പ്രതിപക്ഷം ആരോപിക്കുന്നത് രാജ്യത്ത് വോട്ട് നിരോധനം നടപ്പാക്കാൻ ശ്രമമോ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. വോട്ട് നിരോധനം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ദേശീയ പൗരത്വ പട്ടികയ്ക്ക് സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്ക് പിന്നാലെയുള്ള പരിഷ്കാരം വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തെ പുറന്തള്ളാനാണ് എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ആ ആക്ഷേപം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുമുണ്ട്. ഈ ഇന്ത്യ കൂട്ടായ്മയുടെ എതിർപ്പുണ്ട്. ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, 10ഓളം പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ടു തന്നെ ഈ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആശങ്ക അറിയിച്ച് 10 പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടെങ്കിലും അനുകൂല പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതിയിലേക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യവുമുണ്ട്.
അപ്പൊ ഈ നോട്ട് നിരോധനം പോലെ രാജ്യത്ത് വോട്ട് നിരോധനം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രമിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഇനി നോക്കാം, NDAയിലെ പല ഘടകകക്ഷികൾക്കും ഇതിൽ വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവരുടെ തന്നെ മുന്നണിയിൽ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട, ഈ ആധാരങ്ങൾ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിൽ ഇത്രയും കടുംപിടുത്തം നടത്തുന്നത് അത് ഗുണം ചെയ്യില്ല ബീഹാറിൽ എന്നുള്ള അഭിപ്രായമുണ്ട്. NDAയിലെ തന്നെ പലരും ആ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അന്തിമ പട്ടിക സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു അസാധാരണ നടപടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം വോട്ടർ പട്ടിക ശുദ്ധീകരണ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടയ്ക്കിടെ പല സംസ്ഥാനങ്ങളിലും നടത്താറുണ്ട്. ഈ ബീഹാറിൽ ഏതാണ്ട് 22 വർഷം മുൻപാണ് ഇത്തരത്തിലൊരു ശുദ്ധീകരണം നടത്തിയത്. അതിൽ ചെറിയ ഭേദഗതികൾ മാത്രമേ വരുത്തിയിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ മുഴുവൻ പട്ടികയും റദ്ദാക്കി പുതിയ പട്ടിക തയ്യാറാക്കുകയാണ് ചെയ്തത്. അത് ആദ്യമായാണ് ചെയ്യുന്നത്. അത് അസാധാരണവുമാണ്. മറ്റൊന്ന്, പ്രധാനമായി ഉയരുന്ന ചോദ്യം ബീഹാറിലെ ഈ പരീക്ഷണത്തിലെ അപകടം, ആ അപകടം എന്താണ് എന്നുള്ളതാണ്. ബീഹാറിന്റെ മാതൃകയിലുള്ള ഒരു വെരിഫിക്കേഷൻ നടപടി കേരളത്തിലേക്ക് നടക്കുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഉൾപ്പെടെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് കേരളത്തോടൊപ്പം ഈ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക മാറ്റിയേക്കാം എന്നറിയുന്നു. നമുക്കറിയാം, അസമിലും ബംഗാളിലും നിരവധി നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നൊക്കെ അവരെ പുറത്താക്കണം എന്നൊക്കെ BJP നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വലിയ വിഭാഗം ജനങ്ങളുടെ വോട്ടവകാശം കവർന്നെടുക്കാനുള്ള നീക്കം BJPയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടികയുടെ സാധുതയിൽ അതിന് നടത്തിപ്പുകാർ തന്നെ സംശയം പ്രകടിപ്പിച്ചതും അതിലെ ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ്. നിലവിലെ വോട്ടർ പട്ടികയിൽ ഇത്രയും പേർ അനർഹരാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും. ബീഹാറിൽ നിന്നുള്ള MP-മാരുടെ പിൻബലത്തിലാണ് മോദി സർക്കാർ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം എന്തൊക്കെയാണ് രാഷ്ട്രീയമായി ബീഹാറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം പ്രതിഫലിക്കും എന്നത് വിശദമാക്കും D. ധനസുമോദ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് മുഖ്യമന്ത്രിയായതും JDU നേതാവ് നിതീഷ് കുമാർ തന്നെയായിരുന്നു. കഴിഞ്ഞ 2000 മുതൽ ഉള്ള ഒരു ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടുള്ളത്, അതായത് ജിതൻ റാം മാഞ്ചി കുറച്ചുനാൾ മുഖ്യമന്ത്രിയായത്, കുറച്ച് മാസങ്ങൾ മാത്രം മുഖ്യമന്ത്രിയായത് ഒഴിച്ചു നിർത്തിയാൽ 2 പതിറ്റാണ്ടോളം ഏത് പാർട്ടി ജയിച്ചാലും മുഖ്യമന്ത്രിയാകുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. ഇത്തവണയും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവിടെ BJP ആ മുന്നണിയിലെ വലിയ കക്ഷിയാണെങ്കിൽ പോലും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം പ്രധാനമായി ഓഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവിടെ അതേസമയം തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയാവുന്നത് RJD തന്നെയാണ്. പക്ഷേ ഫലത്തിൽ BJPയും JDUയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ അധികാരം പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന RJD കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇതുതന്നെയായിരുന്നു അവർ അധികാരത്തിലേക്ക് അവരുടെ ഒരു RJD പോകുന്നതിനുള്ള ഒരു പ്രധാന തടസ്സമായി നിന്നത്. പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസും വലിയ തരത്തിലുള്ള ഒരു പ്രചരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 53 പേരടങ്ങുന്ന ഒരു നിരീക്ഷകരെ പ്രത്യേകം ഇതിനുവേണ്ടി മാത്രമായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒരു സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി അവർ ഇപ്പോൾ 2500 രൂപ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മാസം നൽകും എന്നുള്ള ഒരു വാഗ്ദാനം തന്നെയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മറ്റൊരു പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി സാനിറ്ററി പാഡ് വിതരണം ചെയ്യുക. അതിലിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചിട്ടുള്ള പാഡ് വിതരണം ചെയ്തത് BJP അതിനെതിരായിട്ടുള്ള ഒരു പ്രചരണം തന്നെയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ RJD വലിയ ശക്തമായി തന്നെ അവർ ഒരു താഴെ തട്ടിൽ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. RJD നേതാവും ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള തേജസ്വി യാദവിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ, മൂത്ത മകൻ തന്നെ നേരത്തെ വിവാദത്തിൽ കുടുങ്ങിയെങ്കിലും അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇനി ഒരേ ഒരു അനന്തരാവകാശി ഉള്ളത് അത് തേജസ്വി യാദവാണ് എന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ കനയ്യകുമാറിനെ പലതരത്തിൽ ഫോക്കസ് ചെയ്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കനയ്യകുമാർ അടക്കമുള്ള നേതാക്കന്മാർ
തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മജ്ലിസ് പാർട്ടി നേതാവ് അസദുദ്ദീൻ ഉവൈസി ഇപ്പോൾ ഒരു കത്ത് RJDക്ക് നൽകിയിട്ടുണ്ട്. അവരെ കൂടി ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് തന്നെ പരിഗണിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ RJD അക്കാര്യം പരിഗണിക്കാൻ സാധ്യത കുറവാണ്. കോൺഗ്രസ് നേരത്തെ 70 സീറ്റിലാണ് മത്സരിച്ചെങ്കിൽ പോലും കോൺഗ്രസ് ഇതിനകം ഇനി കൂടുതൽ സീറ്റ് വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു 100 സീറ്റോളം തന്നെ മത്സരിക്കാൻ അവസരം പറഞ്ഞ പോലെ അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാനൊക്കെയുള്ള പദ്ധതികളുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നു. ഈ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഒരു വിശ്വാസ്യത തകർക്കുക എന്ന സംഘപരിവാറിന്റെ തന്ത്രമാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ആർക്കും മനസ്സിലാവും. രാജ്യത്തെ വോട്ടർമാരുടെ അവകാശങ്ങളും രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയും സംരക്ഷിക്കാൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് ചോദ്യം.